ഇന്ത്യയിലെ പ്രതിപക്ഷം അത്ര ശക്തമല്ല. ഇന്ത്യാ സഖ്യം ഉണ്ടെങ്കിൽ പോലും ഇന്ത്യാ സഖ്യത്തിൽ പ്രത്യേകിച്ച് സഖ്യമൊന്നും ഇല്ലാതിരുന്നു, അല്ലെങ്കിൽ ഒരു ഐക്യമൊന്നും ഉണ്ടായിരുന്നില്ല. കുറെ നാൾ, അല്ലെങ്കിൽ ഇടക്കാലത്ത് കുറെ നാൾ രാഹുൽ ഗാന്ധിയെ കാണാനില്ലായിരുന്നു. അപ്പോഴൊക്കെ BJP-ക്കാരൊക്കെ വലിയ രീതിയിൽ ആശങ്കപ്പെട്ടത് പ്രതിപക്ഷ നേതാവ് എവിടെയാണ്, പപ്പുമോൻ എവിടെ പോയി, പപ്പുമോൻ എപ്പോൾ തിരിച്ചു വരും. ഇത്തരത്തിൽ സംഘികൾക്കൊക്കെ ഭയങ്കര ഒരു വിഷമമായിരുന്നു രാഹുൽ ഗാന്ധിയെ കാണാതിരുന്ന സമയം മുതൽ. അവർ നിരന്തരമായി പല ആളുകളും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു, പപ്പുമോൻ എവിടെയാണ്, പപ്പുമോൻ വിദേശത്ത് ടൂറിലാണോ എന്നൊക്കെ. ഇനിയിപ്പോ തിരിച്ച് കോൺഗ്രസുകാർക്ക് ചോദിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് കിട്ടിയിരിക്കുന്നത്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അപ്പൊ ഇവരൊന്ന് ചിന്തിക്കണമായിരുന്നു. പപ്പുമോൻ എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി അധിക്ഷേപിക്കുമ്പോഴും രാഹുൽ ഗാന്ധി എന്താണ് രാജ്യത്തിലേക്ക് വരാത്തത്, ഒരു വിഷയത്തെയും അഡ്രസ് ചെയ്യാത്തത്, എന്ത് പറ്റിയെന്ന് ചോദിച്ച് ഇവർ തന്നെയാണ് രാഹുൽ ഗാന്ധിയെ വിളിച്ചു വരുത്തിയത്. CJP-യുടെ സമരത്തിലേക്കാണ് രാഹുൽ ഗാന്ധി വന്നത്. അത്രയും നാൾ രാഹുൽ എവിടെയായിരുന്നു എന്ന ചോദ്യങ്ങൾക്കെല്ലാം, അല്ലെങ്കിൽ ആ ചോദ്യങ്ങളെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ട് തന്നെയാണ് രാഹുലിന്റെ വരവ്, അല്ലെങ്കിൽ അത്രയും ഗംഭീരമായിരുന്നു രാഹുലിന്റെ വരവ്. ഇപ്പോൾ സഭ കൂടുന്ന സമയത്ത് പോലും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കും ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും ഒളിച്ചു കളിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് BJP-യുടെ പരാജയമല്ലേ? കോൺഗ്രസ് ചോദിക്കില്ലേ ഇനി ഇവർ രണ്ടുപേരും എവിടെയാണെന്ന്? കോൺഗ്രസ് മാത്രമല്ല, പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു എവിടെയാണെന്നുള്ളത്. അത് മാത്രമല്ല, പക്ഷെ ചില സമയത്ത് ഇവരെ ലോക്സഭയിൽ കാണുന്നില്ല, സഭയിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്നില്ല എന്നതാണ് ഒരു കാര്യമുള്ളത്. പക്ഷെ ചില വീഡിയോകളിൽ വ്ളോഗിംഗ് ആയിട്ട് കാണുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. പല രാത്രികളിലും പ്രത്യക്ഷപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. സഭയിൽ വരാൻ മാത്രം ഇവർക്ക് പേടിയാണ്. എന്താണ് കാര്യം എന്ന് പറഞ്ഞാൽ, പ്രധാന കാര്യം ഇത് തന്നെയാണ്. യുവാക്കളായിട്ടുള്ള പ്രതിഷേധത്തിൽ അടിച്ചമർത്തിയതിനും ഉത്തരം പറയേണ്ടി വരും. വെറുതെ വിടാൻ പ്രതിപക്ഷ പാർട്ടികൾ ആരും തയ്യാറല്ല. അതിന് മറുപടി പറയണമല്ലോ. കാരണം യുവാക്കളെ വളരെ ക്രൂരമായിട്ട് പെല്ലറ്റ് ഗണ്ണും എന്താണ് ആണി അടിച്ച ലാത്തി അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് മർദ്ദിച്ചത്. ഒരുപാട് പേർക്ക് പരിക്കേറ്റു. അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനൊക്കെ മറുപടി പറയാനൊന്നുമില്ല. എന്തെങ്കിലും ഒന്ന് പറയാൻ വേണ്ടേ? തൽക്കാലം പിന്നെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. രാജിവെച്ചു എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, രാജിവെപ്പിച്ചു എന്ന് രണ്ട് പറയുന്നത്. രാജിവെച്ചതാണ് സ്വയം എന്നാണ് BJP പറയുന്നത്. ഓക്കെ, എന്ത് തന്നെയാണെങ്കിലും മാറേണ്ടി വന്നു. അപ്പൊ അത് മാറിയതോടുകൂടി എല്ലാം നിർത്തുന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷെ പ്രതിപക്ഷം ഇപ്പോഴും ഇതിന് ഉത്തരം പറയണം. ഇവർക്കെതിരെ ഇപ്പോഴും കേസുകൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പലർക്കും. അതിനുള്ള മറുപടി പറയണം. ഈ കേസുകൾ എടുക്കരുതെന്ന് ഇത് ഉറപ്പ് നൽകിയിട്ടാണ് ഇത് സമരം പിൻവലിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് യുവാക്കളെ ഒരു ഭാഗത്ത് യുവാക്കളെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നു, മറുഭാഗത്ത് യുവാക്കളോട് പറയുന്നത് എന്തൊക്കെയാണെന്നുള്ളത്. അല്ല, യുവാക്കളെ മോട്ടിവേറ്റ് ചെയ്യുന്നു, യുവാക്കൾക്കൊപ്പമാണ്. രാജ്യത്തിന്റെ യുവാക്കളുടെ ഭാവിയെ കുറിച്ച് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് ബോധ്യം വരുന്നത് എപ്പോഴാണ്? അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ കീഴിലുള്ള പോലീസ് ആ സമരം ചെയ്ത എല്ലാവരെയും ഒരു ജനാധിപത്യ മര്യാദയും ഇല്ലാതെ ഉപദ്രവിച്ചു കഴിഞ്ഞ്, അല്ലെങ്കിൽ അവരെ അങ്ങേയറ്റം ചെയ്യാവുന്നതിന്റെ പരകൊണ്ട്, അല്ലെങ്കിൽ മാക്സിമം ബ്രിട്ടീഷുകാർ പണ്ട് എന്താണോ ഇന്ത്യക്കാരോട് ചെയ്തത് അതേ രീതിയിൽ പോലീസ് കയ്യേറ്റം ചെയ്തതിനു ശേഷം അന്ന് രാത്രി, അല്ലെങ്കിൽ ആ രാത്രിയിലാണ് ബ്ലോഗറെ പോലെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വന്ന് സംസാരിക്കുന്നതും യുവജനങ്ങളുടെ ഭാവിയെ പറ്റി വലിയ ആശങ്ക ഉണ്ടെന്ന് പങ്കുവയ്ക്കുന്നതും. ഇദ്ദേഹത്തിന് എന്ത് ആശങ്കയായിരുന്നു ഉണ്ടായിരുന്നത്? 2 ആഴ്ചയായി ലോക്സഭ ചേർന്നിട്ടും ഇതുവരെ ഇവർ രണ്ടുപേരും, പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി എത്തിയില്ല എന്ന് പറയുന്നതിൽ എന്തൊരു വിരോധാഭാസം നോക്കണേ. അത് മാത്രമല്ല, ഈ മോദി അവിടെ ഇല്ല, പാർലമെന്റിലേക്ക് വരുന്നില്ല. ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ എത്തുന്നുണ്ട്, പക്ഷെ സഭയിലേക്ക് വരുന്നില്ല എന്ന് മാത്രമാണ്. ഇങ്ങനെ ഒളിച്ചു കളിക്കുന്ന ഒരു അവസ്ഥ എന്ന് ആലോചിച്ചു. ഇതുവരെ എത്ര നാൾ ഇവർ ഒളിച്ചു കളിക്കുന്നുള്ളതാണ് നോക്കേണ്ടത്. സഭയെ അഡ്രസ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് രാജ്യത്തെ അഡ്രസ് ചെയ്യാതിരിക്കുന്ന കാര്യം. ജനങ്ങൾക്ക് വേണ്ട ഏറ്റവും അത്യാവശ്യമായി ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങളാണ് സഭയിൽ ചർച്ച ചെയ്യപ്പെടുക. മാധ്യമങ്ങളെ കാണാൻ തയ്യാറാകാത്ത പ്രധാനമന്ത്രി, ഇനി അദ്ദേഹത്തിന് സഭയിൽ കൂടി ഇരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രധാനമന്ത്രി രാജ്യത്തിന്? ഇത്രയും കാലം മാധ്യമങ്ങളുടെ മുന്നിൽ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റാതെ ഒളിച്ചോടുകയായിരുന്നു. ഇപ്പൊ സഭയിലും കൂടി വരാത്ത ഇങ്ങനെയുള്ള ഒരാളും പ്രധാനമന്ത്രിയായിരിക്കാൻ തന്നെ യോഗ്യരാണോ എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. എന്തായാലും പ്രതിപക്ഷം വളരെയേറെ ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികളാണ് ഇനി നടക്കാൻ പോകുന്നതെന്നാണ് അറിയുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇതിന് ഉത്തരം പറഞ്ഞ് പ്രധാനമന്ത്രിക്ക് മതിയാവും. ഇല്ലെങ്കിൽ പിന്നെ രാജിവെച്ച് പുറത്തു പോകേണ്ടി വരും. അല്ലെങ്കിൽ തന്നെ പറയുന്നത് ഇപ്പൊ രാജിവെച്ച് ഈ ആഭ്യന്തരമന്ത്രിയിലേക്കാണ് അടുത്ത ലക്ഷ്യം വെച്ചിരിക്കുന്നത് CJP പ്രധാനമായിട്ട്. കാരണം ആഭ്യന്തര പല പ്രശ്നങ്ങൾ അവർ ഉയർത്തിക്കാട്ടിക്കൊണ്ട് സമരം തുടങ്ങാനുള്ള ലക്ഷ്യത്തിലാണുള്ളത്. സമരക്കാരെ നേരിടുന്ന ഒരു രീതി നമ്മൾ കണ്ടതാണ്, അല്ലെങ്കിൽ CJP-യുടെ സമരത്തെ നേരിട്ട രീതി നമ്മൾ കണ്ടതാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് വേണ്ടി സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയപ്പോൾ ഇന്ത്യക്കാരോട് ചെയ്തതിനേക്കാൾ മോശമായി, അല്ലെങ്കിൽ അതേ രീതിയിൽ തന്നെയല്ലേ ഇന്ത്യയിലെ ജനാധിപത്യ രീതിയിൽ സമരം ചെയ്ത ആളുകളോട്, അല്ലെങ്കിൽ പോലീസ്
നേരിട്ട രീതി എന്ന് പറയുന്നത് അത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലല്ലോ. ഇല്ല. അപ്പൊ പിന്നെ ആഭ്യന്തരമന്ത്രി ഒന്നുകിൽ അമിത്ഷാ ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്തിനാണ് രാജ്യത്തിന്? അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തോടു കൂടിയാണെന്ന്. അല്ലെങ്കിൽ സഭ ചേർന്ന് ആദ്യ സമയത്ത് വരുന്നതാണ് പറഞ്ഞത് രാഹുൽ ഗാന്ധി മാപ്പ് പറയണം എന്ന് പറഞ്ഞാൽ അതായിരുന്നു വലിയ ചർച്ച. ഇപ്പൊ അവർക്ക് മാപ്പും വേണ്ട, ഒന്നും പറയുകയും വേണ്ട, സഭയിലേക്ക് വരാൻ തയ്യാറാകുന്നു. വരാൻ തയ്യാറാകാതിരുന്നാൽ ഇത് എങ്ങനെ മുന്നോട്ട് പോകും? എനിക്ക് തോന്നുന്നു ഇതുപോലൊരു പ്രതിസന്ധി BJPക്ക് നേരിടേണ്ടി വന്നു ഇത്രയും കാലത്തിന് ശേഷം. BJP അധികാരത്തിലെത്തിയിട്ട് 10 വർഷങ്ങളായി, എന്നിട്ടും ഇതുപോലൊരു പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പൊ പാർലമെന്റിൽ വന്നു കഴിഞ്ഞാൽ ഒന്ന് ഈ സമരം, യുവാക്കൾക്കെതിരായ സമരം, രണ്ടാമത്തത് പിന്നെ അയോധ്യ പ്രശ്നങ്ങൾ, ഇതൊക്കെ നേരിടാൻ പറ്റില്ല. ഇതിനൊന്നും ഉത്തരവില്ലല്ലോ. അതുകൊണ്ടാണല്ലോ പറയാൻ പറ്റും. എന്നിട്ട് ഇപ്പൊ മോദി എവിടെയാ പോയിരിക്കുന്നത്? മോദി പോയിരിക്കുന്നത് പിന്നെ വിമത തൃണമൂൽ എംപിമാരോട് അവരായിട്ട് എന്താണ് യുവാക്കളെ ഒപ്പം കൂട്ടുന്ന കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്നു. അല്ല, ഇതൊന്നും വേണ്ട. ആദ്യം അദ്ദേഹം പാർലമെന്റ് വന്നില്ല, പാർലമെന്റ് അഡ്രസ് ചെയ്ത് അദ്ദേഹം സംസാരിക്കട്ടെ. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയല്ലേ, മാധ്യമങ്ങളെ കാണണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം അദ്ദേഹം കാണില്ല. കഴിഞ്ഞ നമുക്കറിയാം 12 വർഷമേ അദ്ദേഹം എത്ര മാധ്യമങ്ങളെയാണ് കണ്ടത്, അല്ലെങ്കിൽ എത്ര മാധ്യമങ്ങൾക്ക് മുന്നിലാണ് അദ്ദേഹം ബൈറ്റ് കൊടുത്തത് നമുക്കറിയാം. അപ്പൊ അതിനൊന്നും സാധ്യതയില്ല. മാധ്യമങ്ങളെ കാണാൻ കഴിയാത്ത രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇനി സഭയിൽ കൂടി വരാൻ പേടിയാണെങ്കിൽ പിന്നെ ഇങ്ങനൊരു പ്രധാനമന്ത്രിയുടെ ആവശ്യം രാജ്യത്തിനില്ല. അത് അദ്ദേഹം തന്നെ ആദ്യം മനസ്സിലാക്കണം. ഞാൻ സംസാരിക്കേണ്ട സ്ഥലത്ത് ഞാൻ തന്നെ സംസാരിക്കണം. ചേട്ടൻ പറഞ്ഞതുപോലെ പഴയതുപോലെയല്ല. BJPക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. BJPക്കായാലും നരേന്ദ്രമോദിക്കായാലും കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. ഒരു വശത്ത് തൃണമൂലിനൊപ്പം നിന്നവരെയൊക്കെ കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. ഓപ്പറേഷൻ ലോട്ടസിലൂടെ ഇവിടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കാനൊക്കെ കഴിയുന്നുണ്ടെന്ന് പറയുമ്പോൾ, മറുവശത്ത് ഇന്ത്യ സഖ്യം ശക്തമാണ്. പഴയ പോലെ ഒരു അഴകുഴമ്പൻ പ്രതിപക്ഷമല്ല. CJPയുടെ സമരം ഇന്ത്യ സഖ്യത്തെ കൂടുതൽ ഊട്ടിയുറപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു ബന്ധവും ബോണ്ടും ഒക്കെ ഊട്ടിയുറപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങളെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. അതെല്ലാം മോദിക്ക് ഭയം തന്നെയാണ്. പിന്നെ ഈ വിഷയത്തിലൊക്കെ എന്ത് മറുപടി ആയിരിക്കും അദ്ദേഹത്തിന് പറയാനുണ്ടാവുക? BJPക്കാർ പറയുന്നത് പോലെ രാജി ഞങ്ങളായിട്ട് വെച്ചതാണ്, വെപ്പിച്ചതല്ല എന്ന് പറഞ്ഞാലും രാജ്യത്തിനറിയാം രാജി അവരായി വെച്ചതല്ല, രാജ്യത്തിലെ യുവാക്കൾ വെപ്പിച്ചതാണ് എന്നുള്ള കാര്യം. പിന്നെ പോലീസ് മർദ്ദിച്ച അല്ലെങ്കിൽ പോലീസ് സമരക്കാർ നേരിട്ട രീതിക്ക് ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്തുത്തരം പറയും? അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് രാമനെ ഉയർത്തി അല്ലെങ്കിൽ രാമനെ വെച്ച് വോട്ട് രാഷ്ട്രീയം കളിച്ച BJP എന്ന് പറയുമ്പോൾ തന്നെ പറയേണ്ടി വരുന്നത് രാമനെ വെച്ച് വോട്ട് പിടിച്ച് രാമനെ വെച്ച് രാഷ്ട്രീയം കളിച്ച അതേ രാമന്റെ പൈസ അല്ലെങ്കിൽ അതേ രാമന്റെ സംഭാവന കൊള്ള ചെയ്യാൻ കാണിച്ച ആ ധൈര്യം ഇവർ ഈ പാർലമെന്റ് സംസാരിക്കാൻ കാണിച്ചാൽ മതിയല്ലോ. പാർലമെന്റിൽ ഇനിയിപ്പോ സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ എല്ലാ ദിവസവും വീഡിയോ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യാനാണോ ഇനി ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. ഇപ്പൊ ആ ഒരു രീതിയാണല്ലോ ഇത്രയും കാലം ഇല്ലാത്തൊരു പരിപാടിയാണ്. വീഡിയോ പോസ്റ്റ് അർദ്ധരാത്രി ആവുള്ളൂ. ആരും ഇല്ലാത്ത സമയത്ത് മാത്രമേ അങ്ങനത്തെ പോസ്റ്റ് ചെയ്യുള്ളൂ. എന്ത് തന്നെയാണെങ്കിലും അങ്ങനെ ഒരു സംഭവത്തിലേക്ക് മാറ്റാനാണോ ഉദ്ദേശിക്കുന്നത്? ഇത്രയും ദിവസമായിട്ട് എന്തുകൊണ്ട് പാർലമെന്റിൽ ഹാജരാകുന്നില്ല, അല്ലെങ്കിൽ എന്തിൽ വരുന്നില്ല എന്നുള്ള സമയം കഴിഞ്ഞു. അല്ലെങ്കിൽ ഇനിയിപ്പോ വരാൻ പോകുന്നത് ഇതിനെല്ലാം വ്യക്തമായ എന്തെങ്കിലുമൊക്കെ മറുപടി, അല്ലെങ്കിൽ ഇവരായി തന്നെ അയോധ്യ വിഷയത്തിലൊക്കെ ഇപ്പോഴവരെടുത്തിരിക്കുന്ന ഒരു നിലപാട് കണ്ടില്ലേ? പയ്യെ ഞങ്ങൾക്ക് ഒരു മറ്റുള്ള ആളുകളിലേക്ക് ഇത് പഴിചാരി മാറാൻ കഴിയുന്ന ഒരു രീതിയിൽ വെൽ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു സാധനവുമായി മാത്രമേ അവർക്ക് സഭയിലേക്ക് വരാൻ കഴിയുമെന്നായിരിക്കും ചിലപ്പോൾ. വെൽ സ്ക്രിപ്റ്റഡ് ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് എന്താണ് സംഭവിക്കുക? എവിടെയെങ്കിലും തീവ്രവാദികളെ പിടിക്കുന്നതോ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പൊ കാശ്മീരിലേക്കൊക്കെ ശ്രദ്ധ മാറ്റും. അത്ര തന്നെയാണ് ചെയ്യാൻ പോണത്. അതാണല്ലോ സ്ഥിരം ചെയ്തുകൊണ്ടിരുന്നത്. അതിപ്പോ സ്ഥിരം എല്ലാ കാലവും എല്ലാവരെയും പറ്റിക്കാനാകില്ല എന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. അതുകൊണ്ടാണല്ലോ ഇപ്പം ഒളിച്ചോടി നടക്കേണ്ടി വരുന്നത്. ചേട്ടൻ ഒന്ന് ആലോചിക്കും, എപ്പോഴും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ രാമനെ ഉയർത്തിക്കാട്ടി കുറെ കാലമായി രാമൻ എന്ന് പറയുന്ന വിശ്വാസി സമൂഹത്തെ രാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ കാലവും ജനങ്ങളെ പറ്റിക്കാനാകില്ല. പക്ഷെ നമുക്ക് പ്രതീക്ഷിച്ച് തന്നെ ഇരിക്കാം, ചിലപ്പോ ഒരു കാശ്മീർ അറ്റാക്കോ അല്ലെങ്കിൽ കാശ്മീരിൽ എന്തെങ്കിലും ഒരു അറ്റാക്കോ രാജ്യത്തെ നടക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ഉണ്ടായി നരേന്ദ്രമോദിക്ക് ആ ഒരു വിഷയം സംസാരിക്കേണ്ട സാഹചര്യത്തിൽ വേണമെങ്കിൽ പാർലമെന്റിലേക്കൊക്കെ വരാം. കുറെ കാലത്തേക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് പിന്നെ അവിടെ തീവ്രവാദികളെ കണ്ടുപിടിച്ചു, അവരെ എന്താണ് അവിടെ ഇവിടെയൊക്കെ അങ്ങനെയൊക്കെ കണ്ടു തുടങ്ങി. വീണ്ടും ആ വാർത്തകളൊക്കെ പൊങ്ങി വരാൻ. അല്ല, പ്രധാനമന്ത്രിക്ക് സഭയിലേക്ക് വരണമെങ്കിൽ തീവ്രവാദികളെ കണ്ടുപിടിച്ചാൽ മാത്രമേ സഭയിൽ എത്താൻ കഴിയൂ എന്നുള്ള രീതിയിലേക്ക് അവരുടെ ഭരണം കൊണ്ട് എത്തിച്ചിട്ടുണ്ടല്ലോ. ഇത് മറക്കണം ആൾക്കാർ, എന്നാലേ കാര്യം നടക്കുള്ളൂ. അല്ല, ഇത് മറക്കുമോ അതോ ഇനി ഓൺലൈനിലൂടെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വ്ളോഗിംഗ് പ്രധാനമന്ത്രിയെ തുടരുമോ എന്ന് കണ്ടറിയാം.